വിശേഷം വന്നാലും വിരുന്നുകാർ വന്നാലും വീട് ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ജോലിയാണ്. ഇതിപ്പം ഓണത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ള ക്ലീനിങ് ആണ്. ഞാനിതാ മാറ്റൊക്കെ എടുത്തിട്ട് വന്ന് സോപ്പൊക്കെ തേച്ച് നല്ലോണം പുതിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സമയം ഒരു 9:30 ആയിട്ടുണ്ട്. ചായൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചായയും പലഹാരങ്ങളും അതേപോലെ തന്നെ പ്രതിയേട്ടന് കൊണ്ടുപോകാനുള്ള ചോറും കറികളും ഒക്കെ റെഡിയാണ്. പ്രതിയേട്ടന് ഓഫീസിൽ പോയി മക്കളും സ്കൂളിൽ പോയിട്ടോ. അതിനുശേഷമാണ് ഞാൻ ഈ പണികളൊക്കെ തുടങ്ങുന്നത്. തമിഴ്നാട്ടിലെ ഇടയ്ക്കിടയ്ക്ക് വിശേഷങ്ങൾ ഉണ്ടാകാറുണ്ട്. ആ സമയങ്ങളിലൊക്കെ ഇങ്ങനെ വീട് ക്ലീൻ ചെയ്ത് വെക്കുന്നതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് പൊടികളും മണ്ണോ അഴുക്കോ ഒന്നും ഇല്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്കുള്ള ക്ലീനിങ് നമ്മളെ ഇതുപോലത്തെ വിശേഷ നാളുകളിൽ സഹായിക്കാറുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ലിക്വിഡ് ഒഴിച്ചിട്ട് നമുക്ക് ഇതേപോലെ തുടച്ചെടുത്താൽ മതി, അത്രയും അഴുക്കൊക്കെ ഉള്ളൂ. പിന്നെ ഞാൻ ചായയും കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ ഇതുവരെയായിട്ട്. ഈ പണി കഴിഞ്ഞതിന് ശേഷം സമാധാനത്തിൽ ഇരുന്ന് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. എത്ര ടൈം ആവും ഇത് കഴിയാനൊന്നും അറിയില്ല, കഴിഞ്ഞാൽ കഴിക്കാം, അത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ കിച്ചണിലുള്ള എല്ലാ സാധനങ്ങളും ഞാനൊന്ന് തുടച്ച് ക്ലീനാക്കി മാറ്റി വയ്ക്കുകയാണ്. ലിക്വിഡ് ഒഴിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ തുടച്ചെടുക്കുന്നത്. വെള്ളമൊന്നും ഒഴിച്ച് തുടയ്ക്കുന്നൊന്നുമില്ല, ജസ്റ്റ് ലിക്വിഡ് ഒഴിച്ചിട്ട് ഇങ്ങനെ തുടച്ച് മാറ്റാണ്. ഇതുപോലെ കിച്ചൺ വൈപ്സ് വെച്ച് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് രാത്രിയൊക്കെ കിടക്കാൻ പോകുന്ന സമയത്ത് വൈപ്സ് വെച്ചിട്ട് ഇതേപോലെ തുടച്ചെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഇങ്ങനെ ഇവിടെ ഈ ചുമരിൻ്റെ മേലെ തൂക്കിയിടുന്ന സാധനങ്ങളൊക്കെ ഞാൻ ഇതേപോലെ കഴുകി വെക്കാറുണ്ട്. എന്നിട്ടാണ് രാവിലെ എത്ര ഞാൻ രാത്രി കഴുകി വെച്ചാലും രാവിലെ ഞാൻ തിരിച്ചും കഴുകി മാത്രമേ അത് ഉപയോഗിക്കാറുള്ളൂ കേട്ടോ. എങ്ങാനും കോക്രോച്ചൊക്കെ വന്നിട്ടുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇതേപോലെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ഉപ്പ്, മുളക് പൊടി, അതൊക്കെ ഇങ്ങനെ തൊഴിഞ്ഞ് കിടക്കും ഈ ഒരു ഇതിൽ. അതുകൊണ്ട് അതൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് നല്ലോണം തുടച്ച് മാറ്റി വെച്ച് ഇപ്പോൾ കിച്ചണൊക്കെ നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സമയം നോക്കിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ 11:45 കേട്ടോ, 12 മണി ആവാറായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം വിശപ്പൊക്കെ പോയി തുടങ്ങി. പിന്നെ ഉച്ചത്തെ ഭക്ഷണവും ഇതൊക്കെ ഒരുമിച്ചാക്കാമെന്ന് വിചാരിച്ചിട്ട് ചപ്പാത്തിയുടെ മാവൊക്കെ കുഴച്ച് വെച്ചതുണ്ട്, പക്ഷെ അതൊന്നും കഴിക്കാനൊന്നും തോന്നുന്നില്ല. 2 ബ്രെഡും ഒരു ഹാഫ് ബോയിലും എടുത്തു, കുറച്ച് ചെന്നൈയും എടുത്തിട്ടുണ്ട്.